ടിക്കറ്റ് എടുക്കുക, പോയി കാണുക. ക്ലാസിക് ക്രിമിനലിന് വീണ്ടും വീണ്ടും തെളിയിച്ച് വെച്ച ജിത്തു ജോസഫ് പടം. ആ ലെവല് മേക്കിങ്ങും ആ ലെവല് സ്ക്രിപ്റ്റും ഒരു പടം എത്തി നിൽക്കുന്ന ഒരു പീക്കിനെസ് ഉണ്ട്. ആ പീക്ക് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും. 1ലും 2ലും നിന്ന് ഇച്ചിരി വേറിട്ട് നിൽക്കുന്നെങ്കിലും ഒരു എത്തി നിൽക്കുന്ന ആ സെയിം പീക്ക് 1ലും 2ലും എൻഡിലെത്തി നിന്ന സെയിം പീക്കിൽ പടം കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ജിത്തു ജോസഫ് എന്ന ഡയറക്ടർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് മോഹൻലാലിനെ കൈ കിട്ടിയാൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കൃത്യമായിട്ട് തെളിയിച്ചു തന്നു. നമ്മൾ എങ്ങനെയാണ് ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ രണ്ടാം ഭാഗത്തെ പോലെയാണോ അതോ അത് നമ്മൾ സിനിമ കണ്ട് തന്നെ അറിയാം. നമ്മൾ ഒരു ഫാമിലി, ജിത്തു ജോസഫ് പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമിലി ഡ്രാമ, പക്ഷേ അതൊരു ടുവേർഡ്സ് ദി എൻഡ് നമ്മളത് തിയേറ്ററിൽ തന്നെ ഇരുന്ന് എഡ്ജ് ഓഫ് ദ സീറ്റ് ആയിരുന്നു. എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പടം കിഡിലൻ. എങ്ങനെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആ സെയിം ഫ്ലോയിൽ തന്നെ പോകുന്നത്. എന്നാൽ ഒരു ഫ്ലോസോ ഒരു ലൂപ്പ് ഹോൾസോ ഒന്നും ഇല്ലാതെ നമുക്ക് മടുക്കാതെ അടുത്തത് എന്താണെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മളെ കാണിക്കുന്ന ഒരു സീൻ പടം. എങ്ങനെയാണ് ഇമോഷണൽ സൈഡൊക്കെ എങ്ങനെയാണ്? ഇമോഷൻ സൈഡാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റി. ഫാമിലി സീൻസൊക്കെ പക്ക കണക്റ്റബിൾ ആയിരുന്നു. നല്ല ചിരിക്കാനും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു പക്ക ഫാമിലി പടം. സെക്കൻഡ് പാർട്ടിനേക്കാളും അടിപൊളി, സെയിം ലെവൽ, ജിത്തു ജോസഫിൻ്റെ സെയിം ലെവൽ അത്ര തന്നെ. ഓക്കെ.